എല്ലാവർക്കും നമസ്കാരം. ശിവ ബ്ലെസ്സിങ് സ്റ്റാരോട്ട് റീഡിങ്ങിൻ്റെ മറ്റൊരു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്കതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓക്കെ, റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ഡിക്ലെമർ ഉണ്ട്, അത് പറയുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആവുന്നതാണ്. പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. പോസിറ്റീവായത് മാത്രം ഇന്നത്തെ നല്ലൊരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പം നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡുകൾ, നമ്മൾ ബോട്ടം വന്നിരിക്കുന്ന 9 ഓഫ് വാണ്ട്സ് ആണ് കേട്ടോ. അപ്പം അതൊരു ചെറിയൊരു തകർന്നിരിക്കുന്ന ഒരാളുടെ ഒരു എനർജിയാണ് കാണുന്നത്. അതായത് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ തകർച്ചയും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അപ്പം അത് പക്ഷേ ബാക്കിയുള്ള കാർഡുകൾ നമുക്ക് സ്പ്രെഡ് ചെയ്ത കാർഡുകളിൽ കാണുന്നത് നിങ്ങൾ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്തു എന്നുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ഒരു കരുത്തും ഒരു മനോബലവും നിങ്ങൾ ആർജിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് ബാക്കിയുള്ള കാർഡുകളിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് 8 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ 5 ഓഫ് പെൻഡക്കിളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ തകർന്നിരുന്ന എന്തൊക്കെയാലും നിങ്ങളുടെ സാഹചര്യങ്ങൾ, എനിക്ക് കൂടുതലായിട്ട് ഇവിടുത്തെ എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തെയാണ് എനിക്ക് കൂടുതലായിട്ട് ഒരു എനർജി പെട്ടെന്ന് ഒരു ഇൻഡ്യൂഷനായിട്ട് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്തുനിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ തന്നെ ഇങ്ങനെ നിൽക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് മൂവ് ഓൺ ചെയ്യുകയാണെന്നുള്ളൊരു എനർജിയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് വ്യക്തമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് 8 ഓഫ് കപ്പും 5 ഓഫ് പെൻഡക്കിളും പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു. പിന്നെ ബാക്കിയുള്ള കാര്യത്തെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അത് ഉണ്ടാവുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 8 ഓഫ് പെൻഡക്കിളും പിന്നെ അതുപോലെ തന്നെ 9 ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടായിട്ടുള്ള ഇപ്പം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ആ തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് നല്ലൊരു ജീവിതം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നല്ലൊരു ജീവിതം നിങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്, പുറകോട്ട് ഒരിക്കലും നിൽക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുമില്ല, അത് ചെയ്യുന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ആ ഒരു അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം, എന്താണെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, എന്താണെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് ഒരു ഉയർച്ചയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളത് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് മെല്ലെ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് അതെല്ലാം ശരിയാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ക്യൂൺ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. എല്ലാം നിങ്ങളൊരു ഇമോഷണലി നമ്മൾ തീരുമാനം എടുക്കാതെ നിങ്ങൾ ഒരു ബുദ്ധിപരമായ രീതിയിലുള്ള തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. അപ്പം അതിപ്പം നമ്മൾ നേരത്തെ കാര്യങ്ങൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതിനെല്ലാം നിങ്ങൾ ഇമോഷണലി ചിന്തിക്കുന്നത് നിർത്തി നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പ്രായോഗികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു ക്യൂവിൻ്റെ എനർജിയാണ്. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നു എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു മെസ്സേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പുറകോട്ട് ഉപേക്ഷിച്ച് മുന്നോട്ട് നടക്കുകയാണ് അല്ലേ. അപ്പം അതിനുള്ള ഐശ്വര്യവും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസും വരും എന്നുള്ള കാര്യമാണ് ഏസ് ഓഫ് വാണ്ട്സ് കാണിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ മെയിനായിട്ട് കാണുന്നത്. അപ്പം നിങ്ങൾ തകർന്നിരിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക, അതിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ
മുന്നോട്ട് തന്നെ നടക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ കെട്ടിപ്പടുക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് പുറകോട്ട് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് നടന്ന് നീങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ബിൽഡ് ചെയ്യുന്ന പുതിയ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടെന്ന് വിചാരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. ഇന്നൊരു നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു. ഇപ്പം നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.